ലോകമെമ്പാടുമുള്ള മുരുകഭക്തർക്ക് ഞാൻ ഒരു അതിശയം പറയാൻ പോകുകയാണ്. ഇത് എന്തോ കെട്ടുകഥ എന്ന് ആരും കരുതണ്ട. നമ്മെ കാക്കുന്ന കരുണാമൂർത്തി തിരുച്ചെന്തൂർ ചക്രവർത്തി നമുക്ക് വേണ്ടി മഹാസാഗരത്തിൽ നിന്നോ മയൻ നിർമ്മിച്ച അമ്പലത്തിലേക്ക് എഴുന്നള്ളി വളരെ ചരിത്രപരമായുള്ള കാര്യമാണ്. ഒരിക്കൽ 1649 വർഷം ഫെബ്രുവരി മാസം അന്ന് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന പോർച്ചുഗീസുകാർക്കും ഡാനിഷ്കാർക്കും യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ വിജയിച്ച ഡാനിഷ് പട്ടാളക്കാർ മുരുകന്റെ തിരുച്ചെന്തൂർ ക്ഷേത്രത്തെ തങ്ങളുടെ സായുധ ക്യാമ്പാക്കി മാറ്റി. ഇതിനെ എതിർക്കാൻ മുരുകഭക്തന്മാർ ഒന്നിച്ചു ചേർന്ന് ഡാനിഷ് പട്ടാളക്കാരോട് പൊരുതി. അതിൽ കുറെ ഡാനിഷ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. അതിന് നഷ്ടപരിഹാരമായി 1649 മാർച്ച് 1 ഡാനിഷ് വീരന്മാർ അവിടത്തെ ഷൺമുഖർ നടരാജ വിഗ്രഹങ്ങളെ കപ്പലിൽ കയറ്റി തങ്ങളുടെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് കൊടുങ്കാറ്റും മഴയും ഉണ്ടായി. കപ്പൽ മറയും എന്ന് പേടിച്ച അവർ ആ വിഗ്രഹങ്ങളെ കടലിലേക്ക് എറിഞ്ഞു. ഉടൻ തന്നെ കാറ്റും മഴയും നിന്നു. അവരും രക്ഷപ്പെട്ടു. കുറച്ച് വർഷങ്ങൾ ശേഷം വടമലയപ്പ പിള്ളை എന്ന മുരുകഭക്തന്റെ സ്വപ്നത്തിൽ സാക്ഷാത് മുരുകൻ പ്രത്യക്ഷമായി. വടമലയപ്പ, ഞാൻ കടലിൻ അടിയിലുണ്ട്. എന്നെ പുറത്തെടുക്കാൻ നീ വേണ്ടത് ചെയ്യും. നീ തിരയാൻ പോകുമ്പോൾ ആ സ്ഥലത്ത് ഒരു ചെറു നാരങ്ങി കാണും. അതിനു മുകളിൽ ആകായത്ത് ഗരുഡൻ വട്ടമിട്ട് പറക്കും. നീ വേണ്ടത് ചെയ് എന്ന് പറഞ്ഞ് അപ്രത്യക്ഷമായി. മുരുകൻ പറഞ്ഞതുപോലെ തിരയാൻ എത്തിയ വടമലയപ്പ പിള്ളയ്ക്കും സംഘത്തിനും ആ വിഗ്രഹങ്ങളെ കണ്ടെടുക്കാൻ പറ്റി. അരുമുഖന്റെ അനുഗ്രഹം കൊണ്ട് കണ്ടെടുത്ത ആ വിഗ്രഹങ്ങളെ 1653 വർഷം തിരുച്ചെന്തൂർ അമ്പലത്തിൽ സ്ഥാപിച്ച് മഹാകുംഭാഭിഷേകം ചെയ്ത് വണങ്ങി. തിരുച്ചെന്തൂർ അമ്പലത്തിൽ നാം കാണുന്ന ഷൺമുഖർ നടരാജർ വിഗ്രഹങ്ങൾ കടൽ വെള്ളമേറ്റ് നശിച്ച അടയാളങ്ങൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. നാം ഏവർക്കും അരുൾ പാലിക്കുവാൻ കടലിൽ കിടന്ന കരുണാമൂർത്തി കന്തപ്പെരുമാൻ തിരുച്ചെന്തൂർ അമ്പലത്തിൽ കരുണ ചൊരിഞ്ഞു കാത്തിരിക്കുന്നു.